അടുത്തൊരു വൈസ് ലേഡി ഉണ്ടായിരുന്നു. എല്ലാവരും ചോദിക്കും എന്താ വൈസ്മാൻ്റെ കഥ പറയുന്നത്, വൈസ് ലേഡിയുടെ കഥയായിരുന്നു. അപ്പോൾ വൈസ് ലേഡി ജീവിച്ചിരുന്ന വില്ലേജിലാണ്. ആ വില്ലേജിൽ ഗ്രാമത്തിൽ ഭയങ്കരമായിട്ട് ഉണക്കം വന്നിട്ട് എല്ലാവരും കൃഷിയാണ് നശിച്ചു പോയി. അപ്പോൾ ഇവർ ഭയങ്കര ഫേമസ് ആയിരുന്നു. ഇവർക്ക് നല്ലൊരു ഗാർഡൻ ഉണ്ടായിരുന്നു. ആ ഗാർഡൻ ഇഷ്ടംപോലെ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. അതുപോലെ ബുദ്ധിമതിയായിരുന്നു. അപ്പോൾ ആ ഡ്രൗട്ട് സമയത്ത് ഇവർ എല്ലാവരുടെയും കൃഷിയൊക്കെ ഉണങ്ങിപ്പോയപ്പോൾ ഇവർ കഷ്ടപ്പെട്ട് അവരുടെ കൃഷികളെല്ലാം നല്ലതായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല കെയർ ചെയ്ത കാരണം അവർക്ക് ഇഷ്ടംപോലെ കൃഷി. ആ വർഷം അവർക്ക് ഒരുപാട് സുക്കിനി കിട്ടിയായിരുന്നു. സുക്കിനി ഉണ്ടാവും. കറ നടാമെങ്കിൽ സുക്കിനി ഒരുപാട് വലുതായിട്ടുണ്ടാവും. ചട്ടി നടാമെങ്കിൽ ഇങ്ങനെ കുഞ്ഞായിട്ടേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ സുക്കിനി ഇഷ്ടം പോലെ ഉണ്ടായി ആ സ്ത്രീ. അപ്പോൾ അവരോട് പറഞ്ഞു നമുക്കൊരു കാര്യം സുക്കിനി ബ്രെഡ് ഉണ്ടാക്കണം. ഞാൻ നിങ്ങളെ സുക്കിനി ബ്രെഡ് ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ പോവാം. സുക്കിനി ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം സുക്കിനീസ് ഗ്രേറ്റ് ചെയ്യാൻ പോവാം. അങ്ങനെ ആ ലേഡി വൈസ് വുമൺ സുക്കിനി ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി സുക്കിനി ഗ്രേറ്റ് ചെയ്യും. ഗ്രേറ്റ് ചെയ്തപ്പോൾ ആ സ്ത്രീയുടെ പ്ലാന് സുക്കിനി ബ്രെഡ് ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ സ്പൈസസും മാവും മുട്ടയൊക്കെ മിക്സ് ചെയ്തിട്ട് അവർ ബ്രെഡ് ഉണ്ടാക്കി. എന്നിട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതെല്ലാവർക്കും അവർ കൊടുത്തു വിളിച്ചിട്ട് മുറിച്ച് കൊടുത്തു. വളരെ സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആണ് കൊടുത്തിട്ട് അവർ ആൾക്കാരോട് പറഞ്ഞു, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ യൂണിറ്റി ആയിട്ട് നിന്ന് ഒരുമിച്ച് നിന്ന് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് ഷെയർ ചെയ്ത് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാമെങ്കിൽ നമുക്ക് ആ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ മറികടക്കാൻ പറ്റുമെന്ന്. ഇപ്പോൾ വയനാട്ടിൽ കണ്ടില്ലേ, എന്ത് കഷ്ടപ്പാടാണ് അവിടുത്തെ കാര്യം ഓർത്താൽ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ആ വില്ലേജിനെ വീണ്ടും പഴയ പോലെ ആക്കണം. അപ്പോൾ ഒരുമിച്ച് നിന്ന് നമുക്കുള്ള റിസോഴ്സസ് എന്തോരം പേര് എന്തെല്ലാം കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ റിസോഴ്സസൊക്കെ കൊടുത്ത് ഒരുമിച്ച് നിന്ന് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഓവർകം ചെയ്യാമെന്നുള്ളതാണ് മോറൽ ഓഫ് ദ സ്റ്റോറി. അപ്പോൾ ഞാനിത് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, ഞാൻ ഒരു കപ്പാണ് ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇത് നിങ്ങൾ പിഴിഞ്ഞൊന്നും കളയണ്ട. ഇത് നല്ല വെള്ളമായുള്ള വെജിറ്റബിൾ അല്ലേ, അപ്പോൾ അതൊട്ടും പിഴിയണ്ട. ഇത് ഒരു കപ്പിനെക്കാട്ടി ഇച്ചിരി കൂടുതലുണ്ട്, കുഴപ്പമില്ല കൂടിപ്പോയാൽ. മാവ് ഇത് 1.5 കപ്പുണ്ട്. ഈ 1.5 കപ്പിൻ്റെ അകത്തോട്ട് ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, സോൾട്ട് ഉപ്പ് 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് അരിക്കണമെങ്കിൽ അരിക്കാം. ഞാനിപ്പോൾ അരിക്കുന്നൊന്നുമില്ല, ഞാൻ ഇതും കൊണ്ട് നന്നായിട്ടങ്ങ് ഇളക്കിയെടുക്കും. അത് നന്നായിട്ട് മിക്സി ആയിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി ഒരു പാത്രത്തിൽ വേറൊരു ബൗളിലേക്ക് ഷുഗർ 1 കപ്പുണ്ട്. 1 കപ്പ് വേണം, 1/4 കപ്പ് വേണമെന്ന്. നിങ്ങൾക്ക് മധുരം ഒത്തിരി കൂടുതൽ വേണമെങ്കിൽ അതിൽ കൂടുതൽ, പക്ഷേ 1 കപ്പ് സാധാരണ ധാരാളം മതിയാവും. 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഷുഗറും മുട്ടയും കൂടെ നന്നായിട്ട് ഇങ്ങനെ നമുക്ക് വിസ്ക് മതി ഇങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഷുഗറും മുട്ടയും കൂടെ. നിങ്ങൾക്കാണ് എഗ് ബീറ്റർ യൂസ് ചെയ്ത് അത് നന്നായിട്ട് ഫ്ലഫി ആക്കിയാലും ഒരു കുഴപ്പമില്ല. ഇതിലോട്ട് ഓയിലാണ്. ഇത് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്. ഇതിലേക്ക് 1/4 കപ്പ് തൈരുണ്ട്. തൈര് ഒഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 1/2 കപ്പ് നമ്മുടെ മോരുണ്ടല്ലോ, ബട്ടർ മിൽക്ക്, അതിടാം. അതൊഴിച്ചാലും കുഴപ്പമില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എഗ് ബീറ്റർ എടുത്ത് ചെയ്താൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ എളുപ്പമാകും. നിങ്ങളിങ്ങനെ ഇത് ചെയ്യേണ്ട, പക്ഷേ ഇതിൽ ചെയ്താലും ഓക്കെയാണ്. കണ്ടില്ല മിക്സായി വരുന്നത്. ഇതിലോട്ട് ഒരു നാരങ്ങയുടെ നീര് അല്ലെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ ജ്യൂസാണ് ഒഴിച്ചു. ജസ്റ്റാണ്. അപ്പോൾ അതുണ്ട്, അതും ഇങ്ങോട്ട് ഇട്ടു മിക്സ് ചെയ്യാം. നമ്മുടെ മാവ് കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലെല്ലാം കൂടെ മിക്സ് ചെയ്താൽ ഉപ്പും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്ന മാവാണ്. ഇതിന് ഡയബറ്റിക് വേർഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഷുഗർ കുറച്ചിട്ടോ അല്ലെങ്കിൽ ഷുഗർ ഇടാതെയോ ചെയ്യാം. പിന്നെ ബാക്കിയിട്ട മാവും കൂടെയും മിക്സ് ചെയ്ത് ഓവർ മിക്സ് നോക്കണ്ട, കട്ട ഇടുന്നേ. കട്ട ഇല്ലാതെ ഇതെല്ലാം എടുത്തു. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സുക്കിനി, വൈസ് വുമണിൻ്റെ സുക്കിനി, അത് മൊത്തം കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതങ്ങ് മാറ്റുകയാണ്. എനിക്ക് ഈ വിസ്ക് വേണ്ട, വിസ്ക് കൊണ്ട് ചെയ്താലും മതി. പക്ഷേ ഞാൻ പകരം ഒരു തവിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതെല്ലാം മിക്സി ആക്കി മതി മാവിൻ്റെ അകത്ത്. അങ്ങനെ നമ്മുടെ സുക്കിനി ബ്രെഡിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. സമ്മറൊക്കെ ആകുമ്പോൾ ഈ സുക്കിനി ഇഷ്ടം പോലെ കറ നടാമെങ്കിൽ ഭയങ്കര വലുതായിട്ട് കിട്ടും. ഞാൻ കാണിച്ചില്ല നിങ്ങളെ. ചട്ടി നടാമെങ്കിൽ അത്ര വലുതായിട്ട് വരത്തില്ല. ഇത് എൻ്റെ വീട്ടിലുണ്ടായതുമല്ലേ, എനിക്കെൻ്റെ കസിൻ കൊണ്ട് തന്നാണ്. അപ്പോൾ അത് കളയാതെ നമുക്ക് സുക്കിനി ബ്രെഡ് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു. ഇത് ബേക്ക് ചെയ്യുമ്പോൾ 350 ഡിഗ്രി ഫാരൻഹൈറ്റിൽ അവൻ ചൂടാവാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ബേക്ക് ചെയ്ത് വെക്കാൻ പോകും. ഇതിലേക്കാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. അതിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാം. ഒരു 50 മിനിറ്റ്സ് ഒക്കെ വെക്കണം. കാര്യം 350-ലല്ലേ വെക്കുന്നത്, അതുകൊണ്ട് ഇടയ്ക്ക്. പക്ഷേ നിങ്ങൾ നോക്കണം ടെമ്പറേച്ചർ
അവൻ വേരി ചെയ്യുമല്ലോ എല്ലാവരുടെയും. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ലതാണ്. 4 മണിക്ക് ചായ കൂടെ കഴിക്കാൻ നല്ലതാണ്. 50 മിനിറ്റ്സ് വെച്ച് ബേക്ക് ചെയ്താണ്. ഇതിന് ഈ 10 മിനിറ്റ് ആയി ഇതിൽ വെച്ചിട്ട് ഇനി ഇങ്ങനെ എടുക്കാം. ഇതിൽ തണുക്കണം. ഇനി തണുത്തേച്ച് കട്ട് ചെയ്യാം. അപ്പോൾ തണുത്തേച്ച് കട്ട് ചെയ്ത് കാണിക്കാം. കേട്ടോ, അപ്പോൾ തണുത്തു. എടുത്ത് വെച്ചിട്ട് കുറച്ച് സമയമായി തണുത്തു. കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോഴേ അറിയാലോ സോഫ്റ്റാണ്. വെരി സോഫ്റ്റ്. മോൾ വശം എന്നാൽ നല്ല മുരിഞ്ഞ പോലെയാണ്. അത്രയ്ക്കും സോഫ്റ്റാണ്. സുഖിനിയാണെന്നൊന്നും ഇത് ആരും പറയത്തില്ല. അതായത് ഗ്രീൻ കളർ കാണുന്നതുകൊണ്ട് നമ്മൾ ഇട്ടതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് പറയാം. അല്ലെങ്കിൽ ആരും ഇത് പറയില്ല സുക്കിനി കേക്കാണ്. ബ്രെഡ് ഗ്രീൻ കേക്കല്ല, ബ്രെഡ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അധിക ദിവസം ഇരിക്കത്തില്ല. ഓയിലുണ്ടാക്കിയതാണ്. നന്നായിട്ട് വന്നിട്ടുണ്ട്. സോഫ്റ്റ്, മോയിസ്റ്റ്, ടേസ്റ്റി. മധുരമൊക്കെ ആവശ്യത്തിനേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.